ഇന്നിവിടെ കാണാൻ പോകുന്നത് അൺലോക്കിംഗ് സെൽസ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് വർക്ക്ഷീറ്റ്സ് ആണ്. എങ്ങനെയാണ് നമ്മുടെ വർക്ക്ഷീറ്റ്സിനെ നമ്മളെ ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് നമ്മൾ നമ്മുടെ ഡാറ്റ ആർക്കെങ്കിലും കൊടുക്കുകയാണെന്നിരിക്കട്ടെ, മീൻസ് നമുക്ക് അതിലുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷീറ്റിനെ എൻറ്റയർ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. അവർ നമ്മുടെ ഡാറ്റേനെ ഒന്നും അൾട്ടർ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഷുവറായിരിക്കണം അവർ നമ്മളെ ഡാറ്റ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഷുവറായിരിക്കണം. അല്ലാണ്ട് നമ്മൾ അവരോട് ഇപ്പോൾ പറയുകയാണ് ഞാൻ ഡാറ്റ തരാം, നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഡാറ്റയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് പാടില്ല. നമുക്കെപ്പോഴും നമ്മുടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പ്രൊട്ടക്റ്റിംഗ് വർക്ക്ഷീറ്റ്സ് എന്ന് പറയുന്ന ഈ സംഭവം, അൺലോക്കിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് വർക്ക്ഷീറ്റ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം. അതിനു മുൻപേ ശരിക്കും പറഞ്ഞാൽ എക്സലിൽ 2 പ്രോപ്പർട്ടീസാണുള്ളത്. ഒന്ന് ലോക്കിംഗ് സെൽസും മറ്റൊന്ന് പ്രൊട്ടക്റ്റിംഗ് സെൽസും. ഞാനിവിടെ ടൈപ്പ് ചെയ്യാം ലോക്കിംഗ്, രണ്ടാമത് പറയുകയാണെങ്കിൽ പ്രൊട്ടക്റ്റിംഗ്. ഓക്കെ, ഇത് 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആട്രിബ്യൂട്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ ഈ ലോക്കിംഗ് എന്ന് പറയുമ്പോൾ ബൈ ഡീഫോൾട്ട് എക്സലിലെ എല്ലാ സെൽസും തന്നെ ലോക്ക്ഡ് ആയിരിക്കും. പക്ഷേ അതായത് ജസ്റ്റ് ഒന്ന് അത് ഇനേബിൾഡ് ആയിരിക്കും. ഓക്കെ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പക്ഷേ നമുക്കത് ലോക്കാന്ന് വിചാരിച്ചിട്ട് നമുക്കത് നമ്മുടെ ഡാറ്റ ചേഞ്ച് ചെയ്യാണ്ടിരിക്കാണ്ടൊന്നുമില്ല. നമുക്ക് ചേഞ്ച് ചെയ്യാം, മനസ്സിലായ? അതായത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഫോമാറ്റ് സെൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ എല്ലാ ഡാറ്റയും എല്ലാ സെൽസും തന്നെ ലോക്ക്ഡ് മോഡിലാണുള്ളത്. അതെങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലോക്ക്ഡ് മോഡിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് അത് ഇനേബിൾഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഡാറ്റേനെ ഇതിൽ എവിടെ പോയാലും എഡിറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാനോ ഒക്കെ പറ്റും, മനസ്സിലായോ? പക്ഷേ എപ്പോഴാണ് ശരിക്കും ലോക്കും പ്രൊട്ടക്റ്റഡും ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടി നമ്മൾ എപ്പോഴാണോ കമ്പൈൻ ചെയ്യുന്നത്, അതായത് ഈ ലോക്കിങ്ങും പ്രൊട്ടക്റ്റിങ്ങും കൂടി എപ്പോഴാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മുടെ ഡാറ്റ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആവുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ശരിക്കും എല്ലാവരും സെൽസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് പഠിപ്പിച്ച് തുടങ്ങുന്നത്. പക്ഷേ ഞാനിവിടെ എൻ്റയർ ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് ശരിക്കും റിവ്യൂ ടാബിൻ്റെ അണ്ടറിലാണ് വരുന്നത്. എവിടെയാണ്? റിവ്യൂ ടാബിൻ്റെ അണ്ടറിലാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇത് ഇവിടെ നോക്കിയാൽ കാണാം, പ്രിവെൻറ്റ് അൺവാണ്ടഡ് ചേഞ്ചസ് ഫ്രം അതേഴ്സ് ബൈ ലിമിറ്റിംഗ് ദെയർ എബിലിറ്റി ടു എഡിറ്റ്. ഓക്കെ, എഡിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുക, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റ് ഷീറ്റ് എടുക്കുക. പ്രൊട്ടക്റ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് ടു അൺപ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പ്രൊട്ടക്റ്റ് വർക്ക്ഷീറ്റ് ആൻഡ് കണ്ടൻറ്റ്സ് ഓഫ് ലോക്ക്ഡ് സെൽസ്. അത് ടിക്ക് മാർക്ക് ആക്കിയിട്ട് തന്നെ വെക്കുക. ദെൻ allow all users of this worksheet to എന്തൊക്കെ ചെയ്യാനാണ് allow ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്യാനാണ്? ഇവിടെ ഓൾറെഡി ടിക്ക് മാർക്ക് ഉണ്ട്, സെലക്ട് ലോക്ക്ഡ് സെൽസ്. ഞാൻ സെലക്ട് ചെയ്യാനൊന്നും ഞാൻ allow ചെയ്യുന്നില്ല, ജസ്റ്റ് അതും അൺടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അൺലോക്ക്ഡ് സെൽസ് ഓക്കെയാണ്. ഫോമാറ്റ് സെൽസ് ഫോമാറ്റ് ചെയ്യാൻ വിടുന്നില്ല, ഇൻസേർട്ട് ചെയ്യാൻ വിടുന്നില്ല, ഡിലീറ്റ് ചെയ്യാൻ ഒന്നിനുള്ള പെർമിഷൻ ഞാൻ കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഓക്കെ അടിക്കുകയാണ്. ഓക്കെ അടിക്കുമ്പോൾ അവർ വീണ്ടും നമ്മളോട് ചോദിക്കും റീഎൻ്റർ പാസ്വേഡ്. അത് വീണ്ടും, അതായത് പാസ്വേഡ് മറക്കാൻ പാടില്ല, അത് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ ഓക്കെ അടിക്കുക. ഇപ്പോൾ എന്തായി? നമ്മുടെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന പ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് പോയി. നമുക്ക് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെയൊന്നും ക്ലിക്ക് ചെയ്താൽ ഞാൻ സെലക്ട് സെൽസ് അൺടിക്ക് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെയൊന്നും ടിക്ക് ചെയ്താൽ വർക്ക് ആവില്ല. പകരം എന്താണ്, ഒരു മെസ്സേജാണ് വരുന്നത്, സെൽ ഓർ ചാർട്ട് യു ആർ ട്രൈങ് ടു ചേഞ്ച് ഈസ് ഓൺ എ പ്രൊട്ടക്റ്റഡ് ഷീറ്റ്. ടു മേക്ക് എ ചേഞ്ച് അൺപ്രൊട്ടക്ട് ദ ഷീറ്റ്. അപ്പോൾ ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അൺപ്രൊട്ടക്റ്റ് ചെയ്യണം. യു മൈറ്റ് ബി റിക്വസ്റ്റഡ് ടു എൻ്റർ എ പാസ്വേഡ്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്ത് ചോദിക്കും? അവരൊരു പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് മൊത്തമായിട്ടും നമ്മൾ എന്താക്കി? പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ എവിടെയും നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു പെർമിഷനും ഇല്ല, മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെയാണ് വർക്ക്ഷീറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പ്രൊട്ടക്റ്റിൽ പോവുക, റിവ്യൂവിൽ പോവുക, പ്രൊട്ടക്റ്റ് ഷീറ്റിൽ പോവുക, പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് അൺപ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കാം. അൺപ്രൊട്ടക്റ്റ് എടുക്കുക. അതിന് മുൻപേ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ക്യാൻസൽ അടിച്ചു. ഈ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഏത് ടാബിൽ പോയാലും നമുക്കിതൊന്നും ആക്റ്റീവായിട്ട് കാണില്ല. കണ്ടല്ലോ, എല്ലാം ഇനാക്റ്റീവായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതുകൂടി ശ്രദ്ധിക്കാം.
ഇനി നമുക്ക് വീണ്ടും റിവ്യൂവിൽ ഞാൻ പോവുകയാണ്. അൺപ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അൺപ്രൊട്ടക്റ്റ് എടുത്തു. ഇനി അവിടെ നമ്മളോട് പാസ്വേഡ് ചോദിക്കുകയാണ്. എന്താണ് നമ്മുടെ പാസ്വേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, പാസ്വേഡ് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് നമ്മളെ അൺപ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് പോയി നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനോ ഡാറ്റ എൻ്റർ ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു മോഡിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സൽ വേറൊരു ഓപ്ഷനും കൂടി പറയുന്നുണ്ട്. എന്താണ്? സെൽസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് സപ്പോസ് എനിക്ക് ഇവിടെ മാർക്ക് ലിസ്റ്റ് ആണല്ലോ ഉള്ളത്. മാർക്ക് ലിസ്റ്റിൽ മാത്സിൻ്റെ ടീച്ചർക്ക് എല്ലാ എഡിറ്റിങ്ങും കഴിഞ്ഞു. അപ്പോൾ മാത്സ് ടീച്ചർ പറയുകയാണ് ഓക്കെ ഇത് ഇനി പ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് പോയിക്കോട്ടെയാണ്. പക്ഷേ സയൻസ് ടീച്ചറിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് മാത്സിൻ്റെ മാർക്ക് മാത്രം പ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ എക്സലിന് ബൈ ഡീഫോൾട്ടായിട്ട് എന്താണ് എല്ലാ സെൽസും തന്നെ ലോക്ക്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ആദ്യം മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ലോക്ക് മാറ്റിയിട്ട് അതിനെ അൺലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹോളായിട്ട് സെലക്ട് ചെയ്യാൻ ഈ ഒരു പോർഷനിൽ ടച്ച് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോൾ വർക്ക് ഷീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകിൽ Ctrl+1 പ്രസ് ചെയ്യുക. Ctrl+1 പ്രസ് ചെയ്താൽ ഡയറക്റ്റ് ഇവിടെ പോയി ഫോമാറ്റ് സെൽസിലേക്കാണ് എത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ പ്രൊട്ടക്ഷനിലുണ്ടെങ്കിൽ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുക. ഇപ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യുക? അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്സ് മാത്രം സെലക്ട് ചെയ്യുക. മാത്സിൻ്റെ ഈ മാർക്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനെ നമ്മൾ പോയിട്ട് ഇനി ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. മറ്റേത് Ctrl+1 ഇതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ ഒന്നുകൂടി സെലക്ട് ചെയ്യട്ടെ. മാത്സിൻ്റെ മാർക്ക് മാത്രം സെലക്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഫോമാറ്റ് സെൽസ് എടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എടുക്കാം. അതല്ല മറ്റേ ടൈപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ Ctrl+1 എടുത്തിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ലോക്കാക്കി വെക്കുകയാണ്. എന്തിനാ മാത്രം? മാത്സിൻ്റെ മാർക്കിനെ മാത്രം ഞാനിവിടെ ലോക്കാക്കി വെച്ചു. ഇനി എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ഷീറ്റിൽ പോവുക. ദെൻ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കുക. ഓക്കെ അടിക്കുക. ഇപ്പോഴും സെലക്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സെലക്ട് എന്നുള്ളത് ഞാൻ അൺടിക്ക് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ അടിക്കുക. സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ അടിക്കുക. ദെൻ ഇനി എന്താ സംഭവിക്കുക? ഇനി എനിക്ക് എന്ത് ചെയ്താലും ഈ മാത്സിൻ്റെ മാർക്കിനെ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. ഓക്കെ, സെലക്ട് ചെയ്യാൻ പറ്റില്ല. സെലക്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനുള്ള ഓപ്ഷൻ എനിക്കില്ല. പക്ഷേ സയൻസും ചെയ്യാം, നെയിംസ് ചെയ്യാം, സീരിയൽ നമ്പേഴ്സ് ചെയ്യാം. പക്ഷേ ഇവിടെ മാത്രം ഒന്നും വർക്കാവില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോളം മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ആ ലോക്ക് ഹോൾ ഷീറ്റിലുള്ള ലോക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ട് വേണ്ടുന്ന മാത്രം ലോക്ക് ചെയ്ത് വെക്കുക. അൺലോക്ക് ചെയ്തിട്ട് വേണ്ടുന്ന മാത്രം ലോക്ക് ചെയ്ത് വെക്കുക. ദെൻ പ്രൊട്ടക്റ്റ് ഷീറ്റിൽ പോയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു കാര്യം കൂടി പറയാം. അൺപ്രൊട്ടക്റ്റ് ചെയ്യുകയാണേ. അൺപ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും അവർ നമ്മളോട് പാസ്വേഡ് ചോദിക്കും. അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുക. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു സെല്ലിനെ ഇതിൻ്റെ ടോട്ടൽ കാണാം നമുക്കിവിടെ. ഓക്കെ, മാർക്കിൻ്റെ ടോട്ടലാണ് ഞാനിവിടെ കാണാൻ പോകുന്നത്. മാർക്കിൻ്റെ ടോട്ടൽ കിട്ടി. 547 എന്നുള്ളതാണ് ടോട്ടൽ. ഓക്കെ, ടോട്ടൽ എന്നെഴുതി. ഇവിടെയും കൂടെ നമുക്ക് കാണാം അല്ലേ. ഓക്കെ, 517 ആണ് ഇവിടെ ടോട്ടൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നമ്മൾ ടോട്ടൽ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സെൽസിൻ്റെ മാത്രം ടോട്ടൽ ആർക്കും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒന്നുകൂടി ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? Ctrl+1 അടിച്ചിട്ട് ഞാനിവിടെ ലോക്ക്ഡ് അൺടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലോക്ക്ഡ് അൺടിക്ക് ചെയ്ത് കൊടുത്തു. ദെൻ ഓക്കെ അടിച്ചു. എന്നിട്ട് എന്താണോ എനിക്ക് വേണ്ടത് അത് മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. ടോട്ടൽ എന്നുള്ള ഈ ഒരു സംഭവം മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും Ctrl+1 എടുത്ത്
ലോക്ക് ചെയ്യാണ്. ഓക്കെ, ലോക്ക് ചെയ്തു, ഓക്കെ അടിച്ചു, ലോക്ക് ചെയ്ത് ഓക്കെ അടിച്ചു, പ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് പോയി. എന്നിട്ട് പ്രൊട്ടക്റ്റ് ഷീറ്റിലേക്ക് പോയിട്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ 2 സെൽസ് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഞാനൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇതില്ലാണ്ട്. അപ്പോൾ ഇത് ഇനി ഇട്ടിട്ട് എന്താ സംഭവിക്കാൻ നോക്കാം. സെലക്ട് ലോക്ക്ഡ് സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ അടിക്കുകയാണ്, കൺഫേം പാസ്വേഡ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓക്കെ അടിച്ചിരിക്കുന്നു. ഇനി എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തു, ആദ്യം ലോക്ക് ചെയ്തതിന് അൺലോക്ക് ചെയ്ത്, വീണ്ടും ലോക്ക് ചെയ്തു, എനിക്ക് വേണ്ട സെൽസ് മാത്രം, ദെൻ പ്രൊട്ടക്റ്റ് ചെയ്തപ്പം ഇതെനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷേ ഇതിൽ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല. എഡിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, സെൽ ഓർ ചാർട്ട് യു ആർ ട്രൈങ് ടു ചേഞ്ചസ് ഓൺ എ പ്രൊട്ടക്റ്റഡ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ വേറൊന്നും ചെയ്യാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല, പക്ഷേ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇക്വേഷൻ ഈ ഫോർമുല ബാറിൽ കാണാം അല്ലേ. അപ്പോൾ അത് ഇപ്പോൾ ഒരാൾ എനിക്ക് ഇങ്ങനെയാണ് ഒരു ഡാറ്റ തരുന്നതെങ്കിൽ അയാൾക്ക് ഞാൻ എന്ത് ഇക്വേഷനാണ് യൂസ് ചെയ്തതെന്ന് എന്നെ കാണിക്കാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സെലക്ട് സെല്ല് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതാണെങ്കിൽ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് അൺപ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സെൽസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം Ctrl 1 എടുക്കുക. Ctrl 1 എടുത്തിട്ട് ഇവിടെ ഹിഡൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഹിഡൻ ഓപ്ഷനും കൂടി ടിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഇനി നമുക്കിതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കാം. പ്രൊട്ടക്റ്റ് ഷീറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് സെലക്ട് ലോക്ക്ഡ് സെൽസിലായിരിക്കും ഉണ്ടാവുക, അതൊന്ന് അൺടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ അടിക്കുക. ദെൻ എഗെയിൻ എൻ്റർ ദ പാസ്വേഡാണ് വരുന്നത്, റീ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അടിക്കുക. ദെൻ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ഇക്വേഷനും വരില്ല, നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. പക്ഷേ മേലെയൊക്കെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പോർഷനിൽ നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനോ അതല്ല, ഫോർമുല പോലും വരുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമുലാസിനെ ഹിഡൻ ചെയ്യുന്നത്, ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. എങ്ങനെ അൺലോക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമ്മളെ വർക്ക്ഷീറ്റിനെയും നമ്മളെ സെൽസിനെയും ഒക്കെ ലോക്ക് ചെയ്ത് വയ്ക്കാം, ഫോർമുലാസ് എങ്ങനെ ഹൈഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.